തൃശ്ശൂരിലേക്ക് പോകാമെന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. കാരണം അവിടെ സുരേഷ് ഗോപി ജയിച്ച ശേഷം നിയമസഭയിൽ എന്ത് നടക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആ ഓളം BJP നിലനിർത്താൻ കഴിയുമോ, അതോ മുച്ചൂടും അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം ആ നിലക്ക് അല്പം പ്രസക്തമാണ് എന്ന് പറയാം. നടരാജ് പരശുറാമാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുള്ളത്. നടരാജ്, തൃശ്ശൂരിലെ നിലവിലെ അവസ്ഥ എന്താണ്? ഇവിടെ ത്രികോണ പോരാട്ടത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നല്ലോ, അത് ഈ കലാശക്കൊട്ട് ദിവസവും കാണുന്നുണ്ടോ? കൊട്ടിക്കലാശം കളറാവുകയാണ്. തൃശ്ശൂരിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാജൻ ജെ പല്ലൻ UDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും ഇവരൊക്കെ തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. വർണ്ണാഭമായ കലാശക്കൊട്ടാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 3 ആഴ്ചകളോളം പലതരത്തിലുള്ള വിവാദങ്ങൾ, കിറ്റ് വിവാദങ്ങൾ ഉൾപ്പെടെ പല വിവാദങ്ങൾ ജില്ലയിൽ കടന്നുപോയെങ്കിലും അവസാന ദിവസം ഈ വിവാദങ്ങളിൽ മുറുകിപ്പിടിക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനും തങ്ങളുടെ നേട്ടങ്ങളും തങ്ങളുടെ ലക്ഷ്യങ്ങളും ഉച്ചത്തിൽ വിളിച്ചു പറയാനും ഓരോ സ്ഥാനാർത്ഥിയും ശ്രദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രാവിലെ മുതൽ പല ഭാഗങ്ങളിൽ വാഹന പ്രചാരണവും വാഹന റാലിയും ബൈക്ക് റാലിയും നമ്മൾ കണ്ടു. പല സ്ഥാനാർത്ഥികളും വ്യക്തിപരമായ സന്ദർശനങ്ങളും മറ്റും നടത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് അവസാനമായി ഒരു ഗംഭീര കളർഫുൾ റാലികളിലേക്ക് മുന്നണികൾ കടന്നത്. മണ്ഡലത്തിന്റെ ഓരോ വശത്തിലും മുക്കിലും മൂലയിലും സഞ്ചരിച്ചുകൊണ്ടാണ് വാഹന റാലി ഇവിടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ സമാപിക്കുന്നത്. ഇനി ഏതാണ്ട് 3/4 മണിക്കൂർ മാത്രമാണ് കഷ്ടിച്ച് ബാക്കിയുള്ളത്. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസങ്ങളാണ്. ദൃശ്യങ്ങളിൽ കാണാം, കൈകൾ വീശി കാണിച്ചുകൊണ്ട് രാജൻ ജെ പല്ലൻ UDF സ്ഥാനാർത്ഥി സ്വരാജ് റൗണ്ടിന്റെ ഒരു ഭാഗത്ത് UDFന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു, മറുഭാഗത്ത് പത്മജ വേണുഗോപാൽ കോർപ്പറേഷൻ പരിസരത്തും ഈ ഭാഗത്ത് രാഗം തിയേറ്റർ പരിസരത്ത് ആലങ്കോട് ലീലാകൃഷ്ണൻ നേതൃത്വത്തിലുമുണ്ട്. പുലികളി അതുപോലെ തന്നെ ആനച്ചമയം ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ ഒരുക്കങ്ങളാണ് എല്ലാ മുന്നണികളും ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്തായാലും കലാശക്കൊട്ട് തൃശ്ശൂരിൽ കളറാവുകയാണ്. കലാശക്കൊട്ട് തൃശ്ശൂരിലും കളറാവുകയാണ്. എല്ലായിടത്തും ആവേശോജ്വലമായ പോരാട്ടം നടക്കുന്നു. ആവേശോജ്വലമായിട്ടുള്ള കലാശക്കൊട്ടും നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നു. എന്തായാലും അരമണിക്കൂർ കൂടി സമയം മാത്രമേ സത്യത്തിൽ കലാശക്കൊട്ട് അവസാനിക്കാൻ ഇനി ബാക്കിയുള്ളൂ. ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 17 മിനിറ്റ്. ഇനിയും അരമണിക്കൂറിൽ കഴിഞ്ഞാൽ പിന്നൊരു 13 മിനിറ്റുടെ ബാക്കി സമയമുണ്ട്. 43 മിനിറ്റ് മാത്രം ബാക്കി പരസ്യ പ്രചരണം അവസാനിക്കാൻ, മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ, പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ, പരസ്യമായ പോരിന് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. കേരളം അതിൻ്റെ വിധിയെഴുത്തിലേക്ക് പോവുകയാണ്. അടുത്ത 5 വർഷം കേരളത്തെ ആര് കൊണ്ടു നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള സമയത്തിലേക്ക് കടക്കാൻ ഇനിയുള്ള ഒറ്റ ദിവസം കൂടി മാത്രം ബാക്കിയാണ്. P. രാജീവിൻ്റെ